ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിലുള്ള വിശ്വാസത്തിന് ഇളക്കം തട്ടുന്ന നിലയിൽ ഒട്ടനവധി പ്രതിസന്ധികളാണ് അനുദിനവും ഓരോരുത്തരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആടിയുലയുന്ന ഒരു കപ്പൽ പോലെ കൊടുങ്കാറ്റിൽ നിലംപൊത്തിപ്പോകുമോ എന്ന് ഭയപ്പെട്ട് കാറ്റിൽ ആടുന്ന ചില വൃക്ഷങ്ങളെപ്പോലെ പലരും കഴിയുന്നുണ്ട്. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരുന്നാൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന പ്രതിസന്ധികളിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഒന്നാമതായിട്ട് നാം സംശയിച്ചു പോകുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ പിതാവെങ്കിൽ, അല്ലെങ്കിൽ ആ ദൈവത്തെയാണ് നാം പിതാവേ എന്ന് വിളിക്കുന്നതെങ്കിൽ, എന്തുകൊണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നു? എന്തുകൊണ്ട് രോഗക്കിടക്കയിലൂടെ കടന്നു പോകുവാൻ ദൈവം സമ്മതിക്കുന്നു? എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയുടെ മറുപടികൾ വൈകുന്നു? ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവസ്നേഹത്തെയാണ് ആദ്യമായിട്ട് സംശയിക്കുന്നത്. എന്നാൽ ദൈവം മാറാത്തവൻ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്ക് പറഞ്ഞാൽ തിരുവായ കൊണ്ട് അരുളി ചെയ്താൽ തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്നവൻ അരുളി ചെയ്തിരിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവസ്നേഹം ഒരിക്കലും മാറുന്നതല്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ കഴിവോ പണമോ സൗന്ദര്യമോ കുടുംബ പശ്ചാത്തലമോ ഒന്നും നോക്കിയിട്ടല്ല. നാം ശത്രുക്കളായിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുമ്പോൾ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ ദൈവം സ്നേഹിക്കുന്നു. നിത്യസ്നേഹത്താൽ അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. മനുഷ്യൻ്റെ സ്നേഹം മണിക്കൂറുകൾ തോറും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാവുന്നില്ല. എന്നാൽ സാത്താൻ നമ്മുടെ ചെവിയിൽ വന്ന് പറയും, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് സാത്താൻ അങ്ങനെ നമ്മോട് സംസാരിക്കുന്നത്. അപ്പോഴും ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുവാൻ യോശുവയെ പോലെ നമുക്ക് കഴിയണം. നാം ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പല കാര്യങ്ങളിലും പലർക്കും ഉറപ്പില്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ സർവാധികാരത്തെക്കുറിച്ച് നമുക്കുറപ്പുണ്ടായിരിക്കണം. ദൈവം സർവാധികാരിയാണ്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സാത്താൻ എന്നെ തൊടണമെങ്കിൽ പോലും സർവാധികാരിയായ ദൈവത്തിൻ്റെ അനുവാദം സാത്താൻ ആവശ്യമുണ്ട്. യോബിനെ ദൈവം അനുവദിച്ചിട്ടാണ് സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ദൈവം സാത്താനോട് ചോദിക്കുമ്പോൾ, നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അതുകൊണ്ടാകുന്നു എനിക്ക് അവനെ ഒന്നും ചെയ്യുവാൻ പറ്റാത്തത് എന്നായിരുന്നല്ലോ സാത്താൻ്റെ ഉത്തരം. തീർച്ചയായും ദൈവത്തിൻ്റെ സർവാധികാരം, ഒരു ബാധയും അത്യുന്നതനായ ദൈവത്തിൻ്റെ ചിറകടിയിൽ മറയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിൻ്റെ കീഴിൽ പാർക്കുന്ന ഒരു വ്യക്തിക്കും ഒരു ബാധയും ഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ ദൂതന്മാർ അവർക്ക് കാവലുണ്ടാവും. ഈ വാഗ്ദത്വം എല്ലാവർക്കുമുള്ളതല്ല.
ഇത് ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നവർക്കുള്ളതാണ്. അത്യുന്നതനായ ദൈവത്തെ തങ്ങളുടെ വാസസ്ഥലമാക്കുന്നവർക്കുള്ളതാണ്. ദൈവവചനം അങ്ങനെയാണ് നമുക്ക് അവകാശപ്പെടുത്തുവാൻ അനുവാദം ഉള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. സ്നേഹത്തെക്കുറിച്ച് ഉറപ്പുണ്ടായിരിക്കണം. ഇങ്ങനെ നാം ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ആരോഗ്യമുള്ള വിശ്വാസമായിട്ട് മാറുന്നത്. ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവാൻ സമർപ്പിക്കാം. നമ്മുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാതിരിക്കാൻ ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് ദൈവം എല്ലാവരെയും നിർത്തട്ടെ. ഓരോ പ്രതിസന്ധികളും ഓരോ പരീക്ഷകളും ദൈവകൃപയിൽ ആശ്രയിച്ച് ജയിപ്പാൻ യേശുക്രിസ്തു മുഖാന്തരം ജയം പ്രാപിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. കർത്താവായ ദൈവമേ, ആടി ഉലഞ്ഞു വീണു പോകാതെ, തകർന്നു പോകാതെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരെയും അങ്ങയിലുള്ള വിശ്വാസത്തിൽ വളർന്നു വരുവാൻ, അങ്ങയുടെ സ്നേഹത്തെ സംശയിക്കാതിരിപ്പാൻ കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.